ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സോവോസ് കിച്ചൺ. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഔലോസ് പൊടിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇത് കേരളത്തിലെല്ലാവരും എപ്പോഴും ചെയ്യാറുള്ളൊരു റെസിപ്പി തന്നെയാണിത്. പക്ഷേ എല്ലായിടത്തും ഇതിൽ ചേർക്കുന്ന ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസിൽ പല വ്യത്യാസങ്ങളും ഉണ്ടാവാറുണ്ട്. ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചേർക്കാറുണ്ട്. ചിലർ ഇതിൽ ചുക്കുപൊടി, ഏലക്കാപ്പൊടിയൊക്കെ ചേർക്കാറുണ്ട്. നമ്മളിവിടെ ഒരു തൃശ്ശൂർ സ്റ്റൈലിൽ ചെറിയ ഉള്ളി, കരിഞ്ജീരകം, എള്ള് ഒക്കെ ചേർത്താണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ അവലോസ് പൊടി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, സൂപ്പറാണ് കേട്ടോ. നമുക്കപ്പോൾ അവലോസ് പൊടി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ ഇവിടെ ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത്, അതായത് വൈറ്റ് റൈസ് കേട്ടോ. അതെടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക, 2-3 തവണ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു 4 hours ഇത് സോക്ക് ചെയ്യാൻ വെക്കുക. എന്നിട്ട് ഇതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വാറ്റിക്കളഞ്ഞ് അതൊരു സ്റ്റെയിനറിലോ അല്ലെങ്കിൽ ഒരു കിച്ചൺ ടവലിലോ ഇട്ടിട്ട് നന്നായിട്ട് അതിലെ വെള്ളം എല്ലാം ഒന്ന് ഡ്രെയിൻ ചെയ്ത് തന്നെ എടുക്കണം കേട്ടോ. ഒട്ടും വെള്ളം ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഇവിടെ ഇപ്പം 4 hours കഴിഞ്ഞപ്പോൾ ഞാനതൊന്ന് ആ വെള്ളത്തിൽ നിന്ന് അരിയെല്ലാം മാറ്റിയെടുത്ത് ഒരു കിച്ചൺ ടവലിലിട്ട് നന്നായിട്ട് ആ വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞതാണ് കേട്ടോ. എന്നിട്ടാണ് ഈ സ്റ്റെയിനറിൽ ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത്. നോക്കൂ, ഒട്ടും വെള്ളമില്ല ഇതിനകത്ത് കേട്ടോ. വെള്ളം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളിത് പൊടിച്ചെടുക്കുമ്പോഴേ അതെല്ലാം ഒന്ന് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഒട്ടും വെള്ളമില്ലാതെ സൂക്ഷിക്കണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ജസ്റ്റ് ക്രഷ് ചെയ്താൽ മതി, തരിതരിപ്പായി പൊടിച്ചാൽ മതി കേട്ടോ. ഫൈൻ പൗഡറായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. ഞാനപ്പോൾ എടുത്ത് വെച്ച അരി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പുട്ടിനൊക്കെ പൊടിച്ചെടുക്കില്ലേ, ആ ഒരു തരിതരിപ്പോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുള്ളത്. നമ്മളപ്പോൾ ആ പൊടിച്ചെടുത്ത പൗഡർ കുറച്ച് വലിയ പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പം നമ്മൾ ആ അരിയെല്ലാം പൊടിച്ചത് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 2 ട്രിപ്പായിട്ടാണ് പൊടിച്ചെടുത്തത്. ഒരുപാട് അങ്ങോട്ട് പൊടിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ കുറേശ്ശെ ഇട്ട് പൊടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പം നമ്മൾ 2 കപ്പ് അരിയല്ലേ എടുത്തിട്ടുണ്ടായിരുന്നത്, അതിലേക്ക് ഞാനിപ്പോൾ ആ സെയിം കപ്പ് വെച്ച് തന്നെ 2.5 കപ്പ് തേങ്ങ ചെരുകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ ഇങ്ങനെ വാങ്ങിച്ച തേങ്ങയായ കാരണം അതിൻ്റെ തരികളൊക്കെ ഒത്തിരി വലുതായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. നിങ്ങളിപ്പോൾ വീട്ടിലൊക്കെ ചെരുകുകയാണെങ്കിൽ ചെറുതായിട്ടൊക്കെയാണ് അത് ചെരുകി എടുക്കുന്നതെങ്കിൽ പിന്നെ ഇങ്ങനെ ക്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി. വലിയ തരികളാണെങ്കിൽ മാത്രം ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്. അതിന് വേണ്ടി ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ഇത് 1 ടേബിൾ സ്പൂൺ എള്ളാണ് കേട്ടോ, കറുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ടുള്ളതാണ്, ഒരു 10 ചെറിയ ഉള്ളി എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത്. പിന്നെ അടുത്തതായി എടുത്തിട്ടുള്ളത് ക്യുമിൻ സീഡ്, നല്ല ജീരകം ഉണ്ടല്ലോ, അത് 1 ടേബിൾ സ്പൂൺ. പിന്നെ ഇത് കരിഞ്ജീരകമാണ്, 3/4 ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാനിതൊരു പക്ക തൃശ്ശൂർ സ്റ്റൈലിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിലും ഇതിന് ചെറിയ ഇൻഗ്രീഡിയൻസിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മളിങ്ങനെയാണ് ചെയ്തെടുക്കാറ്. അപ്പോൾ ഇതിൽ ചെറിയ ഉള്ളിയും കരിഞ്ജീരകവും ഒക്കെ ചേർക്കുകയാണെങ്കിൽ ഭയങ്കര ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ ഈ അവലോസ് പൊടിക്ക് കിട്ടുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉള്ളി ഇഷ്ടമില്ല, ഇതിലേതെങ്കിലുമൊക്കെ സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ ഇതെല്ലാം ചേർത്ത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ചില സ്ഥലങ്ങളിൽ ഇതിൽ ചുക്കുപൊടി, ഏലക്കപ്പൊടിയൊക്കെ ചേർക്കാറുണ്ട്. അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പം നമുക്കിതിലേക്ക് ആദ്യം തന്നെ എടുത്ത് വെച്ച കറുത്ത എള്ള് ഇട്ട് കൊടുക്കാം. പിന്നെ ചുമന്നുള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ക്യുമിൻ സീഡ് ഇട്ട് കൊടുക്കാം, 1 ടേബിൾ സ്പൂണാണ്. 3/4 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. ഉപ്പ് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പക്ഷേ എപ്പോഴും ഈ അവലോസ് പൊടി ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ഒന്ന് കുറവ് നിൽക്കുന്നതായിരിക്കും എപ്പോഴും ടേസ്റ്റ് കൂടുതൽ നൽകുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ എല്ലാ വശത്തേക്കും കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. ആ മിക്സിങ്ങിലാണ് ഈ അവലോസ് പൊടിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യും. നമ്മളിപ്പോൾ ഇവിടെ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും. അത് നമ്മളിങ്ങനെ കൈ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും അങ്ങനെ വരാറുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ കട്ടകൾ അങ്ങനെ ഇതിലേക്ക് എടുക്കുമ്പോൾ അത്ര നന്നാവില്ല നമ്മളിത് വറുത്തെടുത്ത് വരുമ്പോഴേ. അപ്പോൾ അതെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ കുറേശ്ശെ പൊടി എടുത്തിട്ട് കയ്യിൽ വെച്ച് റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ കട്ടകളെല്ലാം ഉടഞ്ഞ് കിട്ടും കേട്ടോ. നമ്മളൊക്കെ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇനിയിപ്പോൾ പല സ്ഥലങ്ങളിലും പലരും പല രീതിയിലായിരിക്കാം ഇതിങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്താണോ അതുപോലെ ചെയ്യാം കേട്ടോ. നമ്മൾ ഇതുപോലെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ 2 കൈയും വെച്ച് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ കട്ടകളൊന്നും തന്നെ ഒട്ടും തന്നെ ഇല്ലാതെ ഇത് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടോ, ഒട്ടും കട്ടകളില്ലാതെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് നമുക്ക് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു വളരെ രസകരമായൊരു പണിയും കൂടിയാണ്.
ഞാനിപ്പോൾ ഇതിൻ്റെ കട്ടകളൊക്കെ മാക്സിമം ഉടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോൾ മാക്സിമം അത് ഇങ്ങനെ ഒട്ടും തന്നെ കട്ടകളില്ലാതെ നമുക്ക് കിട്ടും. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇതിങ്ങനെ ചെയ്യാനായിട്ട് കേട്ടോ. കുറച്ച് സമയം എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ രസകരമായി ചെയ്യാവുന്നൊരു പണിയും കൂടിയാണിത്. നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെ പൂരപ്പൊടി എന്നും പറയാറുണ്ട് കേട്ടോ. അത് കാരണം എന്താ വെച്ചാൽ പൂരം സീസണിലൊക്കെയാണ് കൂടുതലായിട്ട് ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ വീടുകളിൽ ഉണ്ടാക്കുക. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാനായിട്ട്. എല്ലായിടത്തും ഈ പേര് പറയാറുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മണിക്കൂറെങ്കിലും മിനിമം ഒന്ന് തട്ടിപ്പൊത്തി വെക്കണം. കാരണം നമ്മൾ ചേർത്ത ഉള്ളി, ജീരകം, അതുപോലെ അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഈ പൊടിയിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അറ്റ്ലീസ്റ്റ് അരമണിക്കൂർ, സമയമുണ്ടെങ്കിൽ 1 മണിക്കൂർ വെച്ചാൽ നല്ലതാണ്. നമ്മളപ്പോൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഇതുപോലെ അടച്ച് തന്നെ വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ പൊടിയൊക്കെ ഡ്രൈ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് തട്ടിപ്പൊത്തി വെച്ചത് കൊണ്ട് തന്നെ കൈ വെച്ചതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അല്ലെങ്കിൽ അതിങ്ങനെ ഭയങ്കര ബലം പിടിച്ച പോലെ ഇരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് വിടർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് നല്ല ഒരു അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഉരുളി ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ച പൊടിയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട്, ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ ഇത് ആക്കിയെടുക്കണം കേട്ടോ. അതായത് ആദ്യത്തെ ഒരു 10 to 15 മിനിറ്റ്സ് ഫ്ലെയിം കൂട്ടി വെക്കുക. അപ്പോൾ പക്ഷേ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അതിങ്ങനെ ഇളക്കാതെ വെച്ച് കഴിഞ്ഞാൽ അടിവശം കരിയാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് നമ്മളുടെ പൊടി ആ ഒരു വൈറ്റിഷ് കളറിൽ നിന്ന് ചെറുതായിട്ടൊരു യെല്ലോയിഷ് കളറിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 15 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നേരത്തെ പോലെ തന്നെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അടിവശം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയെ. ഇപ്പോൾ ഇവിടെ ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഈ അവലോസ് പൊടി ആ ഒരു യെല്ലോയിഷ് കളറിൽ നിന്ന് ചെറുതായിട്ടൊരു ഗോൾഡൻ കളറിലേക്ക് ചെറിയൊരു മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴും കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഇങ്ങനെ വറുത്ത് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ ഇപ്പോൾ 40 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം വളരെ സിമ്മിലേക്ക് വെച്ച് കൊടുക്കുക. കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞു വരും. അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ അതായത് ഇതിൻ്റെ കളർ ചേഞ്ച് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ആ ഒരു റെഡിഷ് കളർ ഇതിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റൊക്കെ ഇളക്കി 5-10 മിനിറ്റ് ഇളക്കുമ്പോഴേക്കും തന്നെ അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് വരും. ഇപ്പോൾ അത് കറക്റ്റായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിപ്പം തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാകത്തിലേക്ക് ആക്കിയെടുക്കാൻ എനിക്കിവിടെ 50 മിനിറ്റ്സ് ആണ് ആയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിങ്ങനെ പാത്രത്തിൽ വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് സെപ്പറേറ്റ് വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി തണുക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടുത്തെ മാറ്റി കൊടുത്തിട്ടുള്ള ഒരു പിസ്സയുടെ പാത്രത്തിലേക്കാണ് കേട്ടോ. ഇതുപോലെ പരന്നൊരു പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഞാനപ്പോൾ അതൊന്ന് തണുത്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ് കേട്ടോ. നോക്കൂ, അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള കളറും ടേസ്റ്റും എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഉള്ളിയും കരിഞ്ചീരകമൊക്കെ നിങ്ങൾ ചേർത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് കൊടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് പഴം കൂട്ടിയിട്ട് കഴിക്കാം, പിന്നെ പഞ്ചസാര ചേർത്ത് കഴിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.